നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. JEE അഡ്വാൻസ്ഡ് രാജ്യത്തെ 23 IITകളിലെ 17,000-ഓളം BTech സീറ്റുകൾക്കും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്കുമുള്ള JEE അഡ്വാൻസ്ഡ് എൻട്രൻസ് എക്സാം മെയ് 18-ാം തീയതിയാണ്. JEE മെയിൻ 2025 ജനുവരി സെഷനും ഏപ്രിലെ സെഷനും പരീക്ഷ എഴുതി ഏപ്രിൽ 17-ാം തീയതി JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ JEE അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്ത 2.5 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് മെയ് 18-ാം തീയതി JEE അഡ്വാൻസ്ഡ് എഴുതാൻ സാധിക്കുന്നത്. JEE അഡ്വാൻസ്ഡിന് പ്രത്യേകമായ രജിസ്ട്രേഷനും ഉണ്ട്. ക്വാളിഫൈ ചെയ്തിരിക്കുന്ന 2.5 ലക്ഷം വിദ്യാർത്ഥികളും മെയ് 18-ന് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ jeeadv.ac.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മെയ് 2-ാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരം. ബേസിക് ഡാറ്റകളെല്ലാം JEE മെയിൻ 2025 ഓൺലൈൻ പോർട്ടലിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. കാറ്റഗറി സംബന്ധിച്ചും ചെറിയ റിസർവേഷനുകൾ, പുതിയതായിട്ട് അനുവദിച്ചിരിക്കുന്ന ചില കോഴ്സുകൾക്കുള്ള റിസർവേഷനുകളും എക്സാം സെൻറ്ററും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാൻ മാത്രമേ JEE അഡ്വാൻസ്ഡിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് സാധ്യമാവുകയുള്ളൂ. പുതിയതായിട്ട് കാറ്റഗറി ആഡ് ചെയ്യാനോ അത് ചേഞ്ച് ചെയ്യാനായിട്ടോ നമുക്ക് ആവുകയില്ല. +2 ബോർഡ് എക്സാം 2024 പാസ്സായവർക്കും 25 ബോർഡ് എക്സാം എഴുതിയവർക്കും മാത്രമേ JEE അഡ്വാൻസ്ഡിന് അപേക്ഷിക്കുവാനുള്ള അർഹതയും അതോടൊപ്പം അഡ്മിഷൻ ലഭിക്കുകയും ഉള്ളൂ. അതോടൊപ്പം തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഒരു ശ്രദ്ധ ആവശ്യമാണ്. നമുക്കറിയാം, ജൂൺ 3-ാം തീയതി മുതലാണ് ജോസ സീറ്റ് അലോക്കേഷൻ ആരംഭിക്കുന്നത്. രാജ്യത്തെ 23 IITകളിലെയും 31 NITകളിലെയും IIITകളിലെയും GFTകളിലെയും ഒക്കെ സീറ്റ് അലോക്കേഷൻ ജൂൺ 3-ാം തീയതി ആരംഭിക്കുമ്പോൾ അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന മുറയ്ക്ക് നമ്മളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ജോസ സീറ്റ് അലോക്കേഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള JEE ജോസ ബിസിനസ് റൂൾസിൽ പറയുന്ന നിയമപ്രകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ യഥാസമയം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ സമയത്ത് കാറ്റഗറി സംബന്ധിച്ച് OBC, നോൺ ക്രിമി ലെയർ, EWS, SC, ST, PWD അങ്ങനെയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ OBC വിഭാഗത്തിനും അതുപോലെ തന്നെ EWS വിഭാഗത്തിനുമൊക്കെ 2025 ഏപ്രിൽ 1-ന് ശേഷമുള്ള സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ്. JEE അഡ്വാൻസ്ഡിന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോഴും കാറ്റഗറി സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ 2025 ഏപ്രിൽ 1-ന് ശേഷമുള്ളത് നിർബന്ധമായും ഉണ്ടാവണം. JEE മെയിൻ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ വ്യത്യസ്തമായൊരു സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനാവില്ല. ഒന്നുകിൽ 2025 ഏപ്രിൽ 1-ന് ശേഷമുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള ഓൺലൈൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് തഹസീൽദാരിൽ നിന്നും നേരിട്ട് ഒപ്പിട്ട് മേടിക്കുന്നതോ അപ്ലോഡ് ചെയ്യാം. 2 സർട്ടിഫിക്കറ്റും ഒരേ വാലിഡിറ്റിയാണ്. ഒന്നുകിൽ നേരിട്ട് പോയി ഒപ്പിട്ട് മേടിക്കുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് തന്നെ കൊണ്ടുപോകണം, ഈ ഫോർമാറ്റ് തന്നെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള ഓൺലൈൻ സർട്ടിഫിക്കറ്റും വാലിഡ് ആണ്. പക്ഷേ 2025 ഏപ്രിൽ 1-ന് ശേഷമുള്ളത് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി അഥവാ ഇപ്പോൾ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ ആവുന്നില്ല എങ്കിൽ ജൂൺ 3-ാം തീയതി മുതൽ നടക്കുന്ന ജോസ സീറ്റ് ലൊക്കേഷനിൽ നിർബന്ധമായും ഏപ്രിൽ 1-ന് ശേഷമുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടാവേണ്ടതാണ്. JEE അഡ്വാൻസ്ഡിന് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് നമുക്കൊരു ഡിക്ലറേഷൻ ഫോം നമ്മുടെ അഡ്വാൻസ്ഡിൻ്റെ വെബ്സൈറ്റിലുണ്ട്. ആ ഡിക്ലറേഷൻ ഫോം പേരൻറ്റും കാൻഡിഡേറ്റും സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അഡ്മിഷൻ സമയത്ത് ഞാൻ പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തോളാം എന്നുള്ളത്. ഒരു കാരണവശാലും ഏപ്രിൽ 1-ന് മുമ്പുള്ള പഴയ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ പുതിയ സർട്ടിഫിക്കറ്റുകൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്നോ തഹസീൽദാരിൽ നിന്നോ മേടിക്കുക, അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പേരൻറ്റും കുട്ടിയും സൈൻ ചെയ്ത് അഡ്മിഷൻ സമയത്ത് പുതിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊള്ളാം എന്നുള്ളത് അപ്ലോഡ് ചെയ്താലും മതിയാകും. അതോടൊപ്പം തന്നെ IIT മദ്രാസ് പോലുള്ള കോളേജുകളിലെ പുതിയ സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ഡിഫൻസ് കോട്ട അങ്ങനെ പലതരത്തിലുള്ള റിസർവേഷനുകളുടെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫോർമാറ്റുകൾ അവ നിങ്ങൾക്ക് ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക. അതല്ല, നിങ്ങൾ അറിയാതെ അത് സെലക്ട് ചെയ്തതാണെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ല എന്നുള്ള നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്താലും മതിയാവും. JEE മെയിൻ 2025 എക്സാമിലൂടെ ജനറൽ വിഭാഗത്തിലുള്ള 100% മുതൽ 93.1% വരെയുള്ള 97,321 കുട്ടികൾക്കാണ് JEE അഡ്വാൻസ്ഡ് രജിസ്ട്രേഷന് സാധിക്കുന്നത്. PWD വിഭാഗത്തിന് നമുക്കറിയാം, ഏതാണ്ട് എക്സാം എഴുതിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ ഏതാണ്ട് 3950 വിദ്യാർത്ഥികൾക്കും JEE അഡ്വാൻസ്ഡിന്
PWD വിഭാഗമാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. EWS തഹസീൽദാരിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റാണ് നമുക്ക് ഉള്ളതെങ്കിൽ വില്ലേജ് ഓഫീസറിനാവില്ല. തഹസീൽദാരിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടെങ്കിൽ 80.3% സ്കോറുള്ള 25,000 പേർക്ക് കൂടി JEE അഡ്വാൻസ്ഡിന് അപേക്ഷ സമർപ്പിക്കാം. OBC നോൺ ക്രിമിലെയർ വിഭാഗം തഹസീൽദാരിൽ നിന്നും നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന 79.4% സ്കോറാണെങ്കിൽ 67,000 പേർക്ക് കൂടി JEE അഡ്വാൻസ്ഡിന് അപേക്ഷ സമർപ്പിക്കാം. SC കാറ്റഗറിക്ക് 61%, ST കാറ്റഗറിക്ക് 47% സ്കോറുമാണ് ക്വാളിഫിക്കേഷൻ മാനദണ്ഡം. അങ്ങനെ ആകെ 2.5 ലക്ഷം വിദ്യാർത്ഥികളാണ് മെയ് 18 JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതുന്നത്. JEE മെയിൻ 2025 ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് രജിസ്ട്രേഷൻ വിൻഡോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആപ്ലിക്കേഷൻ ഫീസാണ്. പെൺകുട്ടികൾക്ക് 1,600 രൂപയും SC ST PWD വിഭാഗത്തിനും 1,600 രൂപയും ആൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ വിഭാഗത്തിനും 3,200 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. PWD വിഭാഗത്തിന് ഒക്കെ ഫീസ് വ്യത്യാസമുണ്ട്. അത് OC കാർഡ് ഹോൾഡർ ആണെങ്കിലും വ്യത്യാസമുണ്ട്, ഫോറിൻ നാഷണൽസിലും വ്യത്യാസമുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. നോർമലി 3,200 രൂപയും അല്ലെങ്കിൽ 1,600 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് ജനറൽ വിഭാഗം ആൺകുട്ടികൾക്കും അതുപോലെ പെൺകുട്ടികൾക്കും അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. JEE അഡ്വാൻസ്ഡിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രീ റിക്വയർഡ് ആയിട്ടുള്ള നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് വേണ്ടത് ക്ലാസ് 10ൻ്റെ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് ക്ലാസ് 12ൻ്റെ മാർക്ക് ഷീറ്റ്. അത് ഇനി അഥവാ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 2025 എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, അത് അതിൻ്റെ ആവശ്യമില്ല. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ OBC നോൺ ക്രിമിലെയർ EWS SC ST വിഭാഗമാണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒന്നുകിൽ 2025 ഏപ്രിൽ 1 ശേഷമുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിക്ലറേഷൻ ഫോം. അതുപോലെ തന്നെ PWD സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ OC കാർഡ് ഹോൾഡർ അല്ലെ PIO കാർഡ് ഹോൾഡർ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. പിന്നീട് നമുക്ക് പുതിയ പാസ്വേഡൊക്കെ ഉപയോഗിച്ചുള്ള നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് 3 സ്റ്റെപ്പുകളാണുള്ളത്. രജിസ്ട്രേഷന്, അപ്ലോഡിംഗ് ഡോക്യുമെൻറ്റ്സ്, ഫീ പേയ്മെൻറ്റ്. ആദ്യം രജിസ്ട്രേഷനിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ JEE മെയിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം. അത് വേണമെന്നുണ്ട്, അതിന് പക്ഷേ നമുക്ക് എഡിറ്റിംഗ് അനുവദിക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് JEE മെയിൽ ഡീറ്റെയിൽസ് എല്ലാം കണ്ടതിന് ശേഷം വേണമെങ്കിൽ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ഒന്ന്, നമുക്ക് +2ൻ്റെ ഡീറ്റെയിൽസ്, ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ ക്ലാസ് 12 എക്സാം. ഇവിടെ നമുക്ക് കാണാം 2023 എഴുതിയവർക്കും JEE അഡ്വാൻസ്ഡ് എഴുതാൻ സാധിക്കുമെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. ആർക്കാണ് യഥാർത്ഥത്തിൽ 2023 +2 പാസ്സായവർക്ക് ആർക്കൊക്കെയാണ് എഴുതാൻ സാധിക്കുന്നത്? നമുക്ക് 2023 JEE അഡ്വാൻസ്ഡ് എല്ലാവർക്കും എഴുതാം എന്നുള്ള നോട്ടിഫിക്കേഷൻ വരികയും അത് കണ്ടുകൊണ്ട് നിലവിലുള്ള അഡ്മിഷൻ ക്യാൻസൽ ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് ആ നിയമം റദ്ദു ചെയ്യുകയും 2024-25 വിഭാഗത്തിന് മാത്രമേ ഈ വർഷവും JEE അഡ്വാൻസ്ഡ് അഡ്മിഷൻ സാധ്യമാകൂ എന്നുള്ളത് അവരുടെ കൗൺസിൽ വിധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആദ്യം നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ച് 2023കാർക്ക് പറ്റുമെന്ന് പറഞ്ഞ് അവരുടെ നിലവിലുള്ള അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് TC മേടിച്ച വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ 2023കാർക്ക് JEE അഡ്വാൻസ്ഡ് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 2024 +2 പാസ്സായവർക്കും 2025 +2 എക്സാം എഴുതിയവർക്കും മാത്രമേ JEE അഡ്വാൻസ്ഡ് സാധിക്കുകയുള്ളൂ. ദെൻ കഴിഞ്ഞ വർഷം 2024 എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് റിസർവേഷന് വേണ്ടിയിട്ട് ഡിഫൻസ് പേഴ്സണാലിറ്റി ആണോ എന്നുള്ള ചോദ്യമുണ്ട്. നമുക്ക് കളർ ബ്ലൈൻഡ്സിന് ചോദിക്കുന്നുണ്ട്, ഐ വിഷൻ ചോദിക്കുന്നുണ്ട്, PWD സെക്ഷൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതർ സമയം വേണോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഓൾറെഡി 2025 ഡീറ്റെയിൽസിൽ നിന്ന് എടുത്ത നമ്പറുണ്ട്. ഇതിനകത്ത് വാട്സപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സാം സെൻറ്റർ കൊടുക്കാനായിട്ട് മാത്രമേ ഉള്ളൂ. എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാം. ഏതാണ്ട് 10ഓളം സെൻറ്ററുകളാണ് നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് കൊടുക്കേണ്ടത്. നമുക്ക് ഒന്നാമത്തെ എക്സാം സെൻറ്റർ തന്നെ കിട്ടുകയും ചെയ്യും. ഡിഫറൻ്റ് ആയിട്ടുള്ള 10 എക്സാം സിറ്റി നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും JEE അഡ്വാൻസ്ഡ് എക്സാം ഉണ്ട്. ഓൺലൈൻ എൻട്രൻസ് എക്സാമാണ്. രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടുമായിട്ട് പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. എല്ലാത്തിനകത്തും ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എല്ലാത്തിനും സെപ്പറേറ്റ് സബ്ജക്റ്റ് കട്ട് ഓഫ് ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും കൃത്യമായിട്ടുള്ള ആ കട്ട് ഓഫ് മാർക്ക് മേടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരികയുള്ളൂ. അപ്പം എല്ലാ ജില്ലയിലും എക്സാം സെൻറ്റർ ഉണ്ട്. അതിൽ നമ്മുടെ പ്രിഫറൻസ് ഒന്നാമത്തെ ജില്ല
ഒന്നാമത്തെ സെൻറ്റർ എവിടെയാണോ വേണ്ടത് അത് കൊടുത്താൽ അത് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. 10 ചോയ്സുകൾ ഡിഫറൻറ്റ് ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും ബേസിക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട പേജാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 10th അതുപോലെ തന്നെ ബാക്കിയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുകയും ആപ്ലിക്കേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ JEE അഡ്വാൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആകും. നമ്മൾ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അതിൻ്റെ ഡിക്ലറേഷൻ ഫോം അപ്ലോഡ് ചെയ്യണം. ഇനി ഡിഫൻസ് കോട്ട പോലെയുള്ള നമ്മൾ അപ്ലൈ ചെയ്യുകയും അത് നമുക്ക് അർഹതയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വെച്ചാൽ മാത്രം മതിയാകും. നമുക്കത് വേണ്ട എന്നുള്ളത്. അതിന് അർഹതയുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കൺസേൺഡ് ഓഫീസിൽ നിന്ന് മേടിച്ച് മെയ് 2-ാം തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ അങ്ങനെ ചെയ്ത് മെയ് 2-ാം തീയതി ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ അവസാനിക്കും. മെയ് 18-നാണ് അഡ്വാൻസ്ഡ് എക്സാം. ഇനി നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത ഓരോ കാര്യങ്ങളും വെരിഫൈ ചെയ്യുകയും ഏതെങ്കിലും ഒരു അപാകതയുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ ഇമെയിൽ വഴിയും SMS വഴിയും ഈവൻ ഫോൺ ത്രൂ വഴി നമ്മളെ അറിയിക്കുകയും നമുക്കിത് മാറ്റാനുള്ള സമയം തരികയും ചെയ്യും. യാതൊരു കാരണവശാലും JEE അഡ്വാൻസിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ആശങ്ക വേണ്ട. ഇനി ഹെൽപ്പ് ലൈൻ നമ്പറുകളാണെങ്കിൽ എപ്പോഴും അത് ആക്റ്റീവാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഏറ്റവും സമാധാനത്തോടു കൂടി, കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 2 അവസരങ്ങൾ മാത്രമേ IIT അഡ്മിഷൻ JEE അഡ്വാൻസിനുള്ളൂ. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും തൊട്ടടുത്ത വർഷവും മാത്രം. അപ്പോൾ എത്രത്തോളം ശ്രദ്ധയോടുകൂടി നിങ്ങൾ JEE അഡ്വാൻസിനായിട്ട് രജിസ്റ്റർ ചെയ്യുക. മെയ് 18-ാം തീയതി എക്സാം എഴുതുന്നു. ജൂൺ 2-ാം തീയതി JEE അഡ്വാൻസ്ഡ് റിസൾട്ട് വരുന്നു. ജൂൺ 3-ാം തീയതി മുതൽ ജോസ സീറ്റ് അലോക്കേഷൻ IITകളും NITകളും IIITകളും ഒക്കെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. ആദ്യം നമുക്കറിയാം ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. നമ്മൾ ഓപ്ഷൻ കൊടുക്കുക. 6 ഓൺലൈൻ അലോട്ട്മെൻറ്റിലും ഒരിക്കൽ മാത്രമേ ഓപ്ഷൻ കൊടുക്കാനായിട്ടാവുകയുള്ളൂ. പിന്നെ 6 അലോട്ട്മെൻറ്റുകൾ വരികയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുകയും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതിന് ജോസ ബിസിനസ് റൂൾ വന്നു കഴിയുമ്പോൾ ആ ഫോർമാറ്റുകളാണ് നമ്മൾ നോക്കേണ്ടത്. അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോയുമായിട്ട് ആ സമയത്ത് ബ്രില്യൻ യൂട്യൂബ് ചാനലിൽ എത്തിക്കൊള്ളാം. അപ്പം JEE അഡ്വാൻസ്ഡിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ നൽകിയത്. 2023-ലുള്ളവർക്ക് ഒരു കാരണവശാലും JEE അഡ്വാൻസ്ഡിന് അർഹതയില്ല. അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് 2025 ഏപ്രിൽ 1-ന് ശേഷമുള്ളത് വേണം. ഓൺലൈനായിട്ടോ ഇതിൽ നിന്ന് ഫോം നേരിട്ട് പോയി ഒപ്പിട്ട് മേടിക്കുകയോ ചെയ്യാം. അതിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിക്ലറേഷൻ ഫോം അപ്ലോഡ് ചെയ്താൽ മതിയാകും. ബാക്കിയുള്ള ഡീറ്റെയിൽ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.